അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വാക്യം. എസ്ര 8:21. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ജീവിത യാത്ര, ശുഭകരമായ ജീവിത യാത്ര. ഞാൻ ചെറുപ്പത്തിൽ വായിച്ചതായ ഒരു നോവലിൻ്റെ ആമുഖമായിട്ട് ഒരു ചെറിയ കഥ വായിക്കുവാൻ ഇടയായി. സത്യയുഗം ആരംഭിക്കുന്നതിന് മുൻപ് അകാല മരണങ്ങൾ ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ കൂട്ടത്തോടെ ജനിക്കുന്നു, കൂട്ടത്തോടെ മരണമടയുന്നു. 1000 സംവത്സരമാണ് ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. 1000 സംവത്സരം കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായ 1000-ഓളം പേർ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനമെടുത്തു. അവർ സ്വർഗത്തിലേക്ക് എറുമ്പുകളെ പോലെ പോവുകയാണ്. സ്വർഗത്തിൻ്റെ വാതിൽ കാവൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എറുമ്പുകളെ പോലെ ആയിരക്കണക്കിന് ആളുകൾ സ്വർഗത്തിലേക്ക് വരും. അവർക്ക് ആശങ്കയായി അവർ ദേവേന്ദ്രനോട് പറഞ്ഞു, ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ സ്വർഗത്തിലേക്ക് വരും. ദേവേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ ആശങ്കപ്പെടേണ്ട, നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. ആ യാത്ര പോകുന്ന ആളുകളുടെ മധ്യത്തിലേക്ക് പെട്ടെന്നൊരു ഭോജനശാല പ്രത്യക്ഷപ്പെടുന്നു. സ്വാദിഷ്ടമായ ഭക്ഷണം നിറഞ്ഞതായ ഒരു ഭോജനശാല. കുറച്ചാളുകൾ ആ ഭോജനശാലയിലേക്ക് പ്രവേശിച്ചു. അവർക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു, അവിടെ വിശ്രമിച്ചു. അപ്പോഴും കുറച്ചാളുകൾ പറഞ്ഞു, നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്, നമുക്ക് വിശ്രമം പാടില്ല, പ്രലോഭനങ്ങളിൽ വീഴരുത്. കുറച്ചാളുകൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. അവരുടെ മുൻപിൽ പെട്ടെന്ന് ഒരു കൊട്ടാരം പ്രത്യക്ഷപ്പെട്ടു. സ്വർണ്ണ നിർമ്മിതമായ ഒരു കൊട്ടാരം. അവിടെ താമസിക്കുവാനുള്ള, യഥേഷ്ടം താമസിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്, ആധുനികമായ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ചാളുകൾ പറഞ്ഞു, നമ്മൾ ക്ഷീണിച്ച് വരികയാണ്, നമുക്കതിലേക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞ് കുറച്ചാളുകൾ അതിലേക്ക് പ്രവേശിക്കുന്നു. വീണ്ടും യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ആ യാത്രയ്ക്കിടയിലേക്ക് വീണ്ടും ഒരു വലിയ ശീതളിമയാർന്നതായ ഒരു ഉദ്യാനം അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. കുറച്ചാളുകൾ പറഞ്ഞു, ഇവിടെ നമുക്ക് അല്പം വിശ്രമിച്ചിട്ട് യാത്ര തുടരാം. കുറച്ചാളുകൾ ആ ഉദ്യാനത്തിലേക്ക് പ്രവേശിച്ച് അവിടെ വിശ്രമിക്കുവാൻ ആരംഭിക്കുന്നു. ദിവസങ്ങളോളം അവിടെ താമസിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ സ്വർഗത്തിൻ്റെ വാതിൽ കാവൽ ചെയ്തുകൊണ്ടിരുന്ന കാവൽക്കാരോട് ചോദിച്ചു, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ആളുകളെ പറ്റി നിങ്ങളൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. കാവൽക്കാർ താഴെ ഭൂമിയിലേക്ക് നോക്കി. അവർ പറഞ്ഞു, ആരെയും കാണുന്നില്ല, നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. അവർ സൂക്ഷിച്ചു നോക്കി. 2 തലയനക്കം കാണാം. അവർ പറഞ്ഞു, 2 പേർ സ്വർഗത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൻ്റെ വാതിൽക്കലോളം എത്തി ആ 2 പേരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുക, അവരുടെ പാദസ്പർശത്താൽ സ്വർഗം അനുഗ്രഹീതമാകട്ടെ എന്ന് പറയും. കഥ ഇവിടെ അവസാനിക്കുകയാണ്. സ്വർഗത്തിലേക്ക് വരുന്നവർ ധാരാളം, പക്ഷെ സ്വർഗം പോകുന്നവർ ചെറിയ കൂട്ടം ആളുകൾ. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഒരു യാത്രയോട് ഉപമിക്കാം. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഒരു യാത്രയോട് ഉപമിക്കാവുന്നതാണ്. പാട്ടുകാരന് പ്രകാരം പറയുന്നു, ജീവിത യാത്രക്കാര കാലടികൾ എങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവൻ്റെ മാർഗമോ. ജീവൻ്റെ മാർഗത്തിൽ ദൈവത്തോടൊപ്പം സഞ്ചരിച്ച് ജീവിത വിജയം നേടിയ ഒരുപാട് ആളുകളെ സത്യവേദ പുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, യോബിനെ നമുക്കറിയാം, ഹാനോക്കിനെ നമുക്കറിയാം, നോഹ, ഏലിയാവ്, സെക്കരിയാവ്, എലിസബത്ത്, ഇങ്ങനെ പോകുന്നു ആ പട്ടിക.
അവരെ നീതിമാന്മാർ എന്നാണ് സത്യവേദപുസ്തകം അടയാളപ്പെടുത്തുന്നത്. ജീവിതത്തിൽ വിജയിച്ചവരെ പോലെ തന്നെ ജീവിതത്തിൽ പരാജയപ്പെട്ട ആളുകളെയും വേദപുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്. മീഖൽ, ആഖാൻ, ശൗൽ, യൂദ, അനന്യ, സഫീറ, എങ്ങനെ ആ പട്ടിക നീളുന്നുണ്ട്. ജീവിതത്തിൽ പരാജയപ്പെടുന്നവരെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ദൈവമല്ല സത്യവേദപുസ്തകത്തിൽ നാം കാണുന്നത്. ജീവിതത്തിൽ പരാജയപ്പെടുന്നവരെ ചേർത്ത് നിർത്തുന്ന, അനുരഞ്ജനപ്പെടുന്ന ഒരു ദൈവത്തെ നമ്മൾ വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്നുണ്ട്. മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന, സൃഷ്ടികളെ ചേർത്ത് നിർത്തുന്നതായ ഒരു ദൈവം, മനുഷ്യനെ രക്ഷിക്കാൻ കാരണം തിരയുന്നതായ ഒരു ദൈവം. ദുഷ്ടത വിട്ടുതിരിഞ്ഞ നിനവയിലെ ജനങ്ങളോട് ദൈവം ക്ഷമിക്കുന്നു. പക്ഷേ യോനായ്ക്ക് അതിനോട് താല്പര്യം തോന്നുന്നില്ല. അദ്ദേഹം അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെ വെച്ച് ദൈവം യോനയോട് നടത്തുന്നതായ ഒരു പ്രതികരണം ശ്രദ്ധേയമാണ്. ദൈവത്തിന് തൻ്റെ സൃഷ്ടികളോടുള്ള കരുണയും സ്നേഹവും പ്രകടമാക്കുന്ന ശ്രദ്ധേയമായ വാക്കുകളാണ് നമ്മൾ അവിടെ കാണുന്നത്. യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: വലങ്കയും ഇടങ്കയും തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളും ഉള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ പാപം തോന്നരുതോ എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികളോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണ സ്നേഹം ഇവിടെ പ്രകടമാകുന്നു. മനുഷ്യരെ രക്ഷിക്കുവാൻ കാരണം തിരയുന്ന ഒരു ദൈവത്തെ നാം ഈ വേദഭാഗത്ത് കണ്ടുമുട്ടുന്നുണ്ട്. ജീവിതയാത്രയിൽ 3 തരക്കാരായ ആളുകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന്, നീതിമാന്മാർ. രണ്ടാമതായിട്ട് ജീവിത വഴിയിൽ വീണു പോകുന്നവർ. 3, ജീവിത വഴിയിൽ വീണുപോയിട്ടും ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നവർ, ദൈവം ചേർത്ത് നിർത്തുന്നവർ. 3-ാമത്തെ ഘടകം. 2024 നിന്ന് 25 നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. 2025 ആദ്യ നാളുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. 2024 നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം എന്തായിരുന്നു? നമ്മുടെ ജീവിതയാത്രയിൽ നീതിമാന്മാർ എന്ന് അടയാളപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് കഴിഞ്ഞോ? അതോ ജീവിതത്തിൽ വീണുപോയവരുടെ കൂട്ടത്തിലായിരുന്നു നമ്മൾ? അതോ 3-ാമത്തെ കൂട്ടരായ ജീവിതത്തിൽ വീണുപോയി പക്ഷെ ദൈവം ചേർത്ത് നിർത്തിയവരാണ്? പൂർണ്ണ മനുഷ്യൻ എന്നൊന്നില്ല. ജീവിതത്തിൽ നമ്മളൊക്കെ പരാജയപ്പെടുന്നവരാണ്, ജീവിത വഴിയിൽ തകർന്നു പോകുന്നവരാണ്, താളടിയായി പോകുന്നവരാണ്. പക്ഷെ ദൈവത്തിൻ്റെ ചേർത്ത് നിർത്തൽ അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. 2024 അനുഭവത്തിലേക്ക് നാം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ചേർത്ത് നിർത്തിയവരാണ് നമ്മളൊക്കെ. തകർന്നു പോകാമായിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ ചേർത്ത് നിർത്തി കൂട്ടിക്കൊണ്ടുവന്ന ഒരു ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുകയാണ്. ഇത് സ്തോത്രാർപ്പണത്തിൻ്റെ സമയമാണ്. ദൈവസന്നിധിയിൽ നമുക്ക് ശാന്തമായിട്ട് നമുക്കൊന്ന് സമർപ്പിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ശാന്തമായി ദൈവത്തോട് നമുക്ക് ചോദിക്കാം: ദൈവമേ, കഴിഞ്ഞ 1 വർഷം നീ ഞങ്ങളെ നടത്തിയല്ലോ. വീണുപോകാമായിരുന്നു, തകർന്നു പോകാമായിരുന്നു. പക്ഷേ നീ ഞങ്ങളെ ചേർത്ത് നിർത്തിയല്ലോ എന്ന് നമുക്ക് ശാന്തമായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. തുടർന്നുള്ള ജീവിതപാതയിൽ 2025 എന്ന് പറയുന്ന പുതിയ വർഷമാണ്. പുതിയ വർഷം പുതിയ വഴികളാണ്, പുതിയ വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളിയിൽ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പ്രകാരം പാടാം: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറക്കാതെ, ദൈവം വഴി നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതപാത നമുക്ക് മുന്നോട്ട് നീങ്ങാം, നമുക്ക് അനുദപിക്കാം. നമ്മുടെ വഴിയിൽ, നമ്മൾ പിന്നിട്ട വഴികളിൽ നമുക്ക് സംഭവിച്ച തെറ്റുകളെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. ആ അനുതാപത്തോടു കൂടി നമ്മുടെ
വചന ശുശ്രൂഷയുടെ തുടർ ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ വായിച്ച കേട്ട ഭാഗം എസ്രാ 8-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. അത് ഇപ്രകാരം നമ്മൾ വായിച്ചു: അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അഹവ ആറ്റിൻ്റെ കരയിൽ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. സമൃദ്ധിയുടെ നാളുകളിൽ ദൈവത്തെ മറന്നുപോവുകയാണ് ഇസ്രായേൽ ജനത. പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവത്തെ അവർ മറന്നുപോവുകയാണ്. എത്ര അത്ഭുതകരമായിട്ടാണ് അവരെ ദൈവം ഈ കനാൻ നാട്ടിൽ അവരെ കൊണ്ടുവന്നത്. ദൈവം നടത്തിയ വഴികൾ എത്ര അത്ഭുതകരമായിരുന്നു. പക്ഷെങ്കിൽ അവർ സമൃദ്ധിയുടെ നാട്ടിലെത്തിയപ്പോൾ, സമൃദ്ധിയുടെ നാളുകളിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തെ അവർ മറന്നു. ബാലിൻ്റെ വിഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആളുകളായിട്ട് അവർ അധപ്പതിച്ചു. വരാനിരിക്കുന്ന ദുരന്തത്തെപ്പറ്റി യിരെമ്യാ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നു. യിരെമ്യാവ് 34-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ നഗരത്തെ ബാബിലോണിൻ്റെ കയ്യിലേൽപ്പിക്കും, അവൻ അതിനെ തീ വെച്ച് ചുട്ടുകളയും. തെറ്റിപ്പോയ ജനത്തോട് പ്രവാചകൻ പറയുകയാണ്, ഞാൻ ഈ നഗരത്തെ നശിപ്പിക്കാൻ പോവുകയാണ്, തീ വെച്ച് ചുട്ടുകളയും. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങൾ വന്ന വഴിയിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ചെങ്കടൽ കടത്തി, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ഒരുക്കി, പാറയെ മധുരമാക്കി, കാടപ്പക്ഷിയും മന്നയും ഭക്ഷിക്കുവാൻ നൽകി, യോർദാൻ മുറിച്ച് കടത്തി നിങ്ങളെ ഈ നാട്ടിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നതാണ്. എത്ര അത്ഭുതകരമായിട്ട് വഴി നടത്തി വന്നവരാണ്. നിങ്ങൾ എന്തുകൊണ്ട് തെറ്റിപ്പോയി? തെറ്റുകളിലേക്ക് പോയ ജനത്തോട് പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, നഗരത്തെ ഞാൻ നശിപ്പിക്കുവാൻ പോവുകയാണ്. പക്ഷേ ആര് കേൾക്കാൻ? പ്രവാചകൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത സമൂഹമായിട്ട് അവർ മാറുകയാണ്. പ്രവാചകനെ അവർ ഇരുട്ടറയിൽ അടച്ചു. ഇരുട്ടറയിൽ കിടന്നും പ്രവാചകൻ നിലവിളിക്കുകയാണ്. പ്രവാചകൻ്റെ നിലവിളിയാണ് വിലാപങ്ങളായി സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിലാപം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അയ്യോ, ജനപൂർണമായിരുന്ന നഗരം ഏകാന്തമായതെങ്ങനെ, ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെ പോലെ ആയതെങ്ങനെയെന്ന് പ്രവാചകൻ ഇങ്ങനെ വിലപിക്കുകയാണ്. തൻ്റെ നാടിനെ ഓർത്ത്, തൻ്റെ ദേശത്തെ ഓർത്ത് വിലപിക്കുന്ന പ്രവാചകനെ നമ്മളവിടെ കണ്ടുമുട്ടുന്നു. ഇസ്രായേൽ ജനത, ദൈവത്തെ മറന്ന ഇസ്രായേൽ ജനതയ്ക്ക് പ്രവചനം പോലെ ദുരന്തങ്ങളുടെ ദിവസങ്ങളിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. യിരെമ്യാ പ്രവാചകൻ എന്താണോ പ്രവചിച്ചത്, നിങ്ങൾക്ക് നാശം വരാൻ പോവുകയാണ് എന്ന് പ്രവചിച്ചു. പക്ഷേ ജനം കേട്ടില്ല. ഇപ്പോൾ അവർ അനുഭവിക്കുവാൻ പോകുന്നത് ദുരന്തങ്ങളുടെ നാളുകളാണ്. നെബൂഖദ്നേസർ രാജാവ്, ബാബിലോണിൽ ഭരിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിലേക്ക് വരുന്നു. യെരുശലേമിനെ ഉപരോധിച്ചു, ദേവാലയം നശിപ്പിച്ചു, ദേവാലയത്തിലെ ഉപകരണങ്ങളൊക്കെ കൊള്ള ചെയ്ത് ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നു. യെരുശലേമിലെ ജനങ്ങളെ പിടിച്ച് പ്രവാസികളാക്കി ഊഴിയ വേലയ്ക്ക് വേണ്ടി അവരെ ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നു. അവർ അടിമകളായി ജീവിക്കുകയാണ് 70 സംവത്സരങ്ങൾ. നീണ്ട 70 സംവത്സരങ്ങൾ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും കണ്ണുനീരിൻ്റെയും കാലങ്ങളായിട്ട് അവിടെ മാറുകയാണ്. 137-ാം സങ്കീർത്തനത്തിൽ അവരുടെ ദുഃഖമുണ്ട്, കണ്ണീരുണ്ട്. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ കരഞ്ഞവരുടെ വിലാപമാണ്. സങ്കീർത്തനം 37:7 അവർ വിലപിക്കുകയാണ്. അവരുടെ പഴയകാല ഓർമ്മകളിലേക്ക്, പഴയകാല ജീവിതത്തിലേക്ക് അവർ ഒന്ന് മടങ്ങി വരികയാണ്. സങ്കടപ്പെടുന്ന ദിനങ്ങൾ, വേദനപ്പെടുന്ന ദിനങ്ങൾ, 70 സംവത്സരങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. സമൃദ്ധിയുടെ കാലത്ത് ദൈവത്തെ മറക്കുന്നത് ഇസ്രായേൽ ജനങ്ങളുടെ മാത്രം പ്രത്യേകതയല്ല.
സമൃദ്ധി ആർക്കൊക്കെ ഉണ്ടാവുന്നു അവരൊക്കെ ദൈവത്തെ മറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് സാമർഥ്യമായിരിക്കും, മനുഷ്യൻ്റെ സാമർഥ്യമായിരിക്കും. സമൃദ്ധരായ മനുഷ്യർ അന്യ ദൈവങ്ങളെ സൃഷ്ടിക്കും, അവർ ആൾ ദൈവങ്ങളായിട്ട് മാറും. ദൈവത്തെ വരുതിയിൽ നിർത്തി അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്ന ആൾ ദൈവങ്ങൾ മുതൽ ഡിജിറ്റൽ ലോകത്തെ അനന്ത സാധ്യതകൾ വരെ ഇന്ന് നമ്മുടെ ആരാധനാ മൂർത്തികളായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അഭിമന്യ തിരുമേനി ഉദ്ഘാടന പ്രസംഗത്തിൽ അത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നമ്മൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നതായ ഡിജിറ്റൽ സാധ്യതകൾ ഇന്ന് ആരാധനാ മൂർത്തികളായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. ഉടൻ കിട്ടും പണമെന്ന് നമ്മുടെ TV ചാനലുകളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായി. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഉടൻ കിട്ടും അനുഗ്രഹം. അതിൻ്റെ ബോർഡുകളാണ് ഇന്ന് പല സ്ഥലങ്ങളിലും തൂങ്ങുന്നത്. അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ, ഉടൻ കിട്ടും അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന ജനങ്ങളെ നമ്മൾ കാണും. യൂട്യൂബ് പരിശോധിച്ചാൽ ഈ ഉടൻ കിട്ടും അനുഗ്രഹക്കാരായ ഒരുപാട് ആളുകളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഒരു കൂരയുടെ കീഴിൽ, ഒരു മുറിക്കുള്ളിൽ, ഒരു വാഹനത്തിനുള്ളിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. പരസ്പരം സംസാരിക്കുവാൻ കഴിയുന്നില്ല, ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കുന്നില്ല, ഉള്ളു തുറന്ന് ചിരിക്കുന്നില്ല. ഓരോരുത്തരും അവരവരുടെ ലോകത്താണ്. എല്ലാവരുടെയും കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കാണും. മൊബൈലിലെ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുക, നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുക, എത്ര പേർ സംസാരിക്കുന്നുണ്ട്? എല്ലാവരുടെയും കണ്ണുകൾ മൊബൈൽ ഫോണിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. നിരവധി കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയാണ് ആധുനിക ഡിജിറ്റൽ ലോകം. ഡിജിറ്റൽ സാധ്യതകളെ നമ്മുടെ ജീവിതത്തിന് മാറ്റി നിർത്താനാവില്ല. പക്ഷെങ്കിൽ ഡിജിറ്റൽ സാധ്യതകൾക്ക് നമ്മൾ അടിമകളാകരുത്. അടിമകളായാൽ ഇസ്രായേൽ ജനതയ്ക്ക് വന്നുപെട്ട ദുരന്തം നമ്മൾക്കും വന്നുപെടും എന്ന കാര്യത്തിൽ സംശയം. ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ, പഴയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ വൈകുന്നേരം ഇരിക്കുന്ന ചില ഇടങ്ങളുണ്ടായിരുന്നു. കലിങ്കുകള, മാടക്കട, ഇതൊക്കെയായിരുന്നു നമ്മുടെ പൊതു ഇടങ്ങൾ. കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ആളുകൾ. ഇതിനിടയിൽ നമ്മൾ പരദൂഷണവും പറയും. പക്ഷേ ഇന്ന് പരദൂഷണം പറയുന്ന ഇടമായിട്ട് നമ്മുടെ ഡിജിറ്റൽ ലോകം മാറി, അല്ലെ സോഷ്യൽ മീഡിയ മാറി. ഒരു കാലഘട്ടത്തിൽ നമുക്കൊരാളോട് വിരോധം തോന്നുന്നു. നമ്മളെന്താ ചെയ്യുന്നത്? വിരോധം തോന്നുന്ന ആളിനെ ഒന്ന് കൈകാര്യം ചെയ്യണം. അടുത്തുള്ള ഒരു ചട്ടമ്പിയുടെ പോക്കറ്റിൽ അല്പം പൈസ ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും ആളിൻ്റെ വിലാസം കൊടുക്കും. എന്നിട്ട് പറയും ആ ആളിനെ ഒന്ന് ഭീഷണിപ്പെടുത്തണം, അല്ലെങ്കിൽ 2 അടി കൊടുക്കണം. അയാൾ പോയി പിറ്റേ ദിവസം തലയെക്കെട്ടോ കെട്ടി മുണ്ടൊക്കെ കയറ്റി വിടുത്ത് മീശ വിരിച്ച് ഇയാളെ പോയി ഭീഷണിപ്പെടുത്തും. ഇന്ന് ഡിജിറ്റൽ ലോകത്തും നടക്കുന്നത് അതാണ്. സൈബർ അറ്റാക്കുകളും പൊങ്കാലയിടലും ഒക്കെ ഇന്ന് ഡിജിറ്റൽ ലോകത്ത് നടന്നു വരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അടുത്ത കാലത്തൊരു കഥ കേട്ടു. ഓൺലൈൻ പ്രണയത്തിൽ കുരുങ്ങിയ 18 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി കാമുകനോട് ഒപ്പം ഒളിച്ചോടുവാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അതാ കാമുകൻ നിൽക്കുന്നു, 60 വയസ്സുകാരൻ. ഇന്ന് ഓൺലൈനിലാണ് മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത്. രാസലഹരിയായ MDMA ഒഴുകുന്നത് ഇന്ന് ഓൺലൈൻ ബുക്കിങ്ങിലൂടെയാണ്. അത് കൊറിയർ സർവീസ് വഴി ആരാണോ ഓർഡർ ചെയ്ത് അയാളുടെ കൈവശമെത്തുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ അവർ എത്തിച്ചു കൊടുക്കും. ഒട്ടേറെ ആളുകൾ ഇന്ന് അതിൻ്റെ കണ്ണികളായിട്ട് മാറുന്നുണ്ട്. ഞാൻ കൊല്ലത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് നിരവധി കേസ്, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എക്സൈറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്നത് കൊറിയർ വഴി വരുന്നതായ പാക്കറ്റുകളായിരുന്നു. കൊറിയർ വഴി ലഹരി മരുന്നുകൾ അയച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിലും സജീവമാവുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീർ ദൈവം കേൾക്കുകയാണ്. ദൈവം വീണ്ടും ചരിത്രത്തിൽ ഇടപെടുകയാണ്.
ജനത്തിൻ്റെ കണ്ണുനീർ കരച്ചിൽ കേൾക്കുന്ന ദൈവത്തെ നാം നിരന്തരം നമ്മൾ വേദപുസ്തകത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. മിസ്രൈമിലെ അടിമത്തത്തിലായ 430 സംവത്സരം അടിമകളായിരുന്ന ജനങ്ങളെ വിമോചിപ്പിച്ചു കൊണ്ടുവന്നവനാണ്. എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന് പറഞ്ഞു മോശയെ വിളിച്ച് വേർതിരിച്ചവൻ ഞാനാകുന്നു എന്ന ഉറപ്പ് നൽകി ഈ ജനത്തെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവമാണ്. ദൈവം വീണ്ടും തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എത്തുകയാണ്. ദൈവം അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. കോരശിനെ ദൈവം ഈ നിയോഗം ഏൽപ്പിക്കുന്നു. കോരശ് ബാബിലോണിയ രാജ്യം ആക്രമിച്ചു. അന്നത്തെ രാജാവായ ബെൽസർ കൊല്ലപ്പെട്ടു. ഒരു ഭൂപ്രദേശം മുഴുവൻ, ബാബിലോൺ ഉൾപ്പെടെ ആ ഭൂപ്രദേശം മുഴുവൻ തൻ്റെ അധീനതയിലായ കോരശ് രാജാവ് അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ യെരുശലേമിനെ പിടിച്ചുകൊണ്ടുവന്നതായ പ്രവാസികളായി പിടിച്ചുകൊണ്ടുവന്ന് ബാബിലോണിയയിൽ ഊഴിയ വേലയ്ക്ക് നിയോഗിക്കപ്പെട്ടതായ ഈ ജനത്തെ തിരിച്ചയക്കുന്നു. അതുമാത്രമല്ല, യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കുക. യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൽപ്പനയാണ്, ഉത്തരവാണ് അവിടെ കോരശ് രാജാവ് പുറപ്പെടുവിക്കുന്നത്. കോരശിൻ രാജാവിൻ്റെ വാക്കുകൾ നമുക്ക് എസ്രാ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. എസ്രാ 1:1 മുതൽ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നന്നായിരുന്നു. മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്തെ എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്നാൽ പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവനെ ഒരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരൂശലേമിലേക്കുള്ള യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ല യെരൂശലേമിലെ ദൈവം. ശേഷിച്ചിരിക്കുന്ന ഏവനും അവൻ പ്രവാസിയായി പാർക്കുന്ന ഇടത്തൊക്കെയും അതത് സ്ഥലങ്ങളിലെ സ്വദേശികൾ പൊന്ന്, വെള്ളി, മറ്റു സാധനങ്ങൾ, കന്നുകാലി എന്നിവയാലും യെരൂശലേമിലെ ദേവാലയമാക്കായി ഔദാര്യ ദാനങ്ങളാലും സഹായം ചെയ്യണം. അങ്ങനെ യഹൂദയുടെയും ബെന്യാമിന്റെയും വൃദ്ധഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവത്തെ യെരൂശലേമിൽ യഹോവയുടെ ആലയം പണിവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും പാർത്തവർ എല്ലാവരും കൊടുത്ത ഔദാര്യ ദാനങ്ങളൊക്കെയും കൂടാതെ വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾ, പൊന്ന്, മറ്റു സാധനങ്ങൾ, കന്നുകാലികൾ, വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ട് അവരെ സഹായിച്ചു. നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്ന യഹോവാലയ ഉപകരണങ്ങളും കോരശ് രാജാവ് പുറത്തേക്ക് ഘടിപ്പിച്ചു. പാർസി രാജാവായ കോരശ് പണ്ടാര വിചാരമായ മിത്രദാത് മുഖാന്തരം അവ പുറത്തേക്ക് ഘടിപ്പിച്ച യഹൂദ പ്രഭുവായ ബെസരിനെ എണ്ണിക്കൊടുപ്പിച്ചു. അവയുടെ പൊൻതാലം 30, വെള്ളിത്താലം 1000, കത്തി 29, പൊൻപാത്രം 30, രണ്ടാം തരത്തിൽ വെള്ളിപ്പാത്രം 410, മറ്റു ഉപകരണങ്ങൾ 1000, പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400 ആയിരുന്നു. പ്രവാസികളെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. തൻ്റെ ജനതയെ വീണ്ടെടുക്കാൻ, വിടുവിക്കാൻ ദൈവം ഒരുക്കുന്ന വഴികൾ എത്ര അത്ഭുതകരമാണ്. തൻ്റെ സ്വന്തം ജനത്തെ അന്ധകാരത്തിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ഒരുക്കുന്ന വഴികൾ, തുറക്കുന്ന വാതിലുകൾ എത്ര അത്ഭുതകരമാണ്. ഒരു രാജ്യത്വം തന്നെ അവിടെ ഇല്ലാതാവുകയാണ്. ദൈവം ഒരുക്കിയ വഴികളിലൂടെ ആദ്യ സംഘം സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ യെരൂശലേമിലേക്ക് പുറപ്പെട്ടു. അവർ ദേവാലയം പുനർനിർമ്മിച്ചു, പ്രതിഷ്ഠ നടത്തി. ഇതാ രണ്ടാം സംഘം എസ്രായുടെ നേതൃത്വത്തിൽ പുറപ്പെടുകയാണ്. എസ്ര ആരാണ്? മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനാണ് എസ്ര. മാത്രമല്ല, ന്യായപ്രമാണം പകർത്തുവാൻ നിയോഗമുള്ള, അധികാരമുള്ള ആളാണ് എസ്ര. 4 മാസത്തെ യാത്രയാണ് ഉള്ളത്. 900 മൈൽ ദൈർഘ്യമുണ്ട്. കുഞ്ഞുങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്.
ദുർഘടമായ വഴികളുണ്ട്. മാത്രമല്ല അവരുടെ കൈവശം കോടികൾ വില വരുന്ന സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് അവരുടെ കൈവശം ഉള്ളത് എന്ന് എസ്രാ 8-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഞാൻ വായിക്കുന്നില്ല. എസ്രാ 8-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ അവർ കൊടുത്തുവിടുന്നവരുടെ കൈവശമുള്ള കോടികൾ വില വരുന്ന സാധനങ്ങളുടെ എണ്ണം അതിനകത്ത് പറയുന്നുണ്ട്. ഒരു യാത്രയുടെ മുൻപിൽ അവർ നിൽക്കുകയാണ്. അഹവ ആറിൻ്റെ തീരത്താണ് നിൽക്കുന്നത്. ദൈവസന്നിധിയിൽ അവർ വിനയപ്പെടുകയാണ്. ഇത്തരം ഒരു അനുഭവം അവരുടെ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ മുൻപ് അനുഭവിച്ചിട്ടുണ്ട്. ചെങ്കടൽ കടത്തിയവനാണ് ദൈവം. ഭീതിയുടെ അന്തരീക്ഷം. ചെങ്കടലിന് മുൻപിൽ അവർ നിൽക്കുകയാണ്. പിന്നാലെ സൈന്യം വരുന്നുണ്ട്. പക്ഷേ ചെങ്കടലിനെ വിഭാഗിച്ച് മറുകര നടത്തിയതായ അനുഭവം, ഓർമ്മ അവരുടെ മനസ്സിലുണ്ട്. യോർദാൻ നദിയുടെ തീരത്ത് അവർ എത്തി നിൽക്കുകയാണ്. യോശുവ 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 3 ദിവസം അവിടെ പാർത്തു. 3-ാം ദിവസം ലേവ്യരായ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകമായി ലേവ്യരായ പുരോഹിതന്മാർ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നാലെ ചെല്ലണം എന്നാണ് മൂപ്പന്മാർ അവരുടെ ഇടയിൽ വന്ന് പറയുന്നത്. അവർ ധൈര്യമായി വിശ്വാസപൂർവ്വം നദിയിലിറക്കെ ഇറങ്ങുന്നു. നദി 2ആയിട്ട് വിഭജിക്കുന്നു. അത്ഭുതകരമായിട്ട് മറുകരയിലെത്തുന്നു. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. അവരിതാ അഹവ ആറിൻ്റെ അരികയിൽ അവരവിടെ വന്ന് നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് അവരുടെ യാത്രയെ പറ്റിയുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലുള്ളത്. അവിടെ നിന്നുകൊണ്ട് യസ്ര പറയുന്നു, ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് ഉപവാസം? എന്താണ് ഉപവാസത്തിൻ്റെ ലക്ഷ്യം? 1, ദൈവസന്നിധി തങ്ങളെ തന്നെ താഴ്ത്താൻ. 2, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ശുഭയാത്ര, ഞങ്ങളുടെ സമ്പത്തിനും ശുഭയാത്ര യാചിക്കാൻ, ദൈവസന്നിധിയിൽ യാചിക്കാൻ. 2 ലക്ഷ്യങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത്. 1, വിനയപ്പെടാൻ. 2-ാമതായിട്ട് പറയും, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സമ്പത്തിനും ശുഭയാത്ര യാചിക്കുവാൻ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഉപവാസം നിൽക്കുകയാണ്. ഈ വേദഭാഗം അടിസ്ഥാനമാക്കി ശുഭയാത്രയ്ക്ക് വേണ്ട, അല്ലെങ്കിൽ ജീവിത വിജയത്തിന് വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. 3 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1, ശുഭയാത്ര വിധേയപ്പെടലിലൂടെയാണ്. 2-ാമതായിട്ട് ശുഭയാത്ര വിനയപ്പെടലിലൂടെയാണ്. 3, ശുഭയാത്ര വീണ്ടെടുപ്പിലൂടെയാണ്. ശുഭയാത്രയ്ക്ക് വേണ്ടത് വിധേയപ്പെടലാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ്. എസ്രാ 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞങ്ങളോടുകൂടെ ദൈവം ഉണ്ടെന്നുള്ള ഒരു വലിയ ഉറപ്പ്. ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ആരെ ഭയപ്പെടണം? ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ഞങ്ങൾ ഉപവാസം പ്രഖ്യാപിച്ച് യാത്ര തുടരുകയാണ് എന്ന് പറയുന്നു. എസ്രാ ഉപവാസം പ്രഖ്യാപിക്കുന്നത് വിധേയപ്പെടാനാണ്. കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അക്കൂട്ടത്തിലുണ്ട്. അവരെല്ലാം ഉപവാസത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. നമ്മൾ പലപ്പോഴും ഉപവാസത്തെ ഇന്ന് സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഉപവാസം? ദൈവസന്നിധിയിൽ വിധേയപ്പെടാനാണ്. ബന്ധങ്ങളുടെ വീണ്ടെടുപ്പ് അവിടെ സാധ്യമാവുകയാണ്. കുഞ്ഞുകുട്ടികൾ, പ്രായമുള്ളവർ എല്ലാവരും ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളുടെ വീണ്ടെടുപ്പ് ഉപവാസത്തിലൂടെ സാധ്യമായി തീരുകയാണ്. നമ്മൾ ചില നേരങ്ങളിൽ നമുക്ക് സ്വയം നമ്മൾ തോന്നാറുണ്ട്, ഞാൻ മിടുക്കനാണ്, എനിക്ക് ദൈവം വേണ്ട, കുടുംബം വേണ്ട, സമൂഹം വേണ്ട, ആരും വേണ്ട എന്ന് ചില നേരങ്ങളിൽ നമ്മൾക്കങ്ങ് തോന്നിപ്പോകും. ചിലർ പറയും, എനിക്ക് ദൈവം വേണ്ട, സമൂഹം വേണ്ട, എനിക്ക് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഇത്തരം
ചിന്തകൾക്ക് ഉള്ള വലിയൊരു താക്കീതായിരുന്നു 2018 പ്രളയം. 2018 ഓഗസ്റ്റ് 15 ഞാൻ അനുഭവിച്ച ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ മറക്കാനാവില്ല. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയും, നമ്മൾ വലിയ മഹാന്മാരാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ചില നിമിഷങ്ങളായിരുന്നു 2018 പ്രളയം. 2018 ഓഗസ്റ്റ് 15 ഒരു 3 മണിയായി കാണും, ഞാൻ തെക്കേമല ജംഗ്ഷനിൽ നിൽക്കുകയാണ്. ഓരോ നിമിഷവും വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നു. തെക്കേമല ജംഗ്ഷന് തൊട്ടടുത്ത് വരെ വെള്ളം കയറി. പ്രത്യേകിച്ച് നമുക്കറിയാം, തെക്കേമല ജംഗ്ഷനിൽ നിന്ന് ആറന്മുളയ്ക്ക് പോകുന്ന ഭാഗത്ത് അവിടെ ഒരു പുഞ്ചയുണ്ട്. ആ പുഞ്ച കവിഞ്ഞ് വെള്ളം തെക്കേമല ജംഗ്ഷന് അടുത്ത് എത്തി. 5 മണിയായി, 5:30 ഒത്തേറെ ആളുകൾ പല ഭാഗത്തു നിന്ന് തങ്ങളുടെ ബന്ധുക്കൾ ഒറ്റപ്പെട്ടു പോയി, അവരെ രക്ഷിക്കുവാൻ ആരുമില്ല, ആരെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞു ഒട്ടേറെ ആളുകൾ ആ ഭാഗത്തേക്ക് വരുന്നു. MLA ഉണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്, പോലീസുണ്ട്, എല്ലാവരും നിസ്സഹായരായിട്ട് നിൽക്കുക. അപ്പോൾ പറഞ്ഞു, പട്ടാളം വരുന്നുണ്ട്. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ പട്ടാളക്കാർ തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഇപ്പം വന്ന് എല്ലാവരെയും രക്ഷിക്കും. കുറച്ച് കഴിഞ്ഞ് ഒരു 6 മണി ആയപ്പോൾ അപ്പോൾ ആളുകൾ പിറുപിറുക്കുന്നുണ്ട്, പട്ടാളം വന്നിട്ട് എന്ത് ചെയ്യും? 6:30 ആയപ്പോൾ 2 പട്ടാളക്കാർ അവിടെ വന്നു. നദിയുടെ തീരത്ത് അവർ നിൽക്കുകയാണ്. അവർ പറഞ്ഞു, നദിയിലിറങ്ങാൻ, വെള്ളത്തിലിറങ്ങുവാൻ ഞങ്ങൾക്ക് പരിചയമില്ല. അപ്പോൾ പറഞ്ഞു, ഇതണ്ട് വാടിക്കടപ്പുറത്തു നിന്ന് വള്ളം വരുന്നുണ്ട്. അവർ ലോറിയിൽ വള്ളവുമായിട്ട് വരുന്നു. അപ്പോൾ വലിയ പ്രതീക്ഷയായി, സന്തോഷമായി, ഈ ജനങ്ങളെ മുഴുവൻ രക്ഷപ്പെടുത്തുമല്ലോ. വള്ളം വന്നു, ലോറിയിൽ വള്ളം ഇറക്കി. അപ്പോൾ മത്സ്യത്തൊഴിലാളിയോടൊപ്പം ആ സ്ഥലം കാണിച്ചു കൊടുക്കുവാൻ അവിടെ ആരുമില്ല. ചില ധൈര്യശാലികളായ ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന്, ഞങ്ങൾ വഴി കാണിക്കാം, ആറന്മുളയ്ക്ക് പോകാനുള്ള വഴി കാണിക്കാമെന്ന്. ഈ വെള്ളത്തിലൂടെ വള്ളം മുന്നോട്ട് നീങ്ങിയാണ്. ആറന്മുള ലക്ഷ്യമാക്കി പോയ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയ വള്ളം തെക്കോട്ട് പോകും. ആ വലിയ അടിയൊഴുക്കിൽപ്പെട്ട വള്ളം മറിയുകയാണ്. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി, വള്ളം കരയ്ക്ക് ഒരു വടവുമായിട്ട് ബന്ധിച്ചിരുന്നു. അത്ഭുതകരമായിട്ട് അവർ രക്ഷപ്പെട്ടു. വള്ളം തിരിച്ച് കരയ്ക്ക് കയറ്റി. വള്ളക്കാർ പറഞ്ഞ്, ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല, അടിയൊഴുക്ക് ശക്തമാണ്. ജനങ്ങൾ നിലവിളി വരികയാണ്. പല ഭാഗത്തു നിന്ന് ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി 10 മണി 12 മണിയായി. എല്ലാവരും നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്. പലരെ ഫോണിൽ വിളിക്കുന്നു, ഞങ്ങളുടെയൊക്കെ ബന്ധുക്കൾ നിന്നാരൊക്കെ അവിടെ കുടുങ്ങിക്കിടക്കുന്നു, രക്ഷപ്പെടുത്താൻ. എനിക്ക് തോന്നുന്നു ഒരു 11-12 മണിയായി ഒരാൾ എന്നെ വിളിച്ചു. എന്നെയും കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പലരെയും വിളിച്ചു, രക്ഷക്കാരും എത്തുന്നില്ല, നിങ്ങൾ പത്രക്കാർ നോക്കിയാലെങ്കിലും ഞങ്ങളുടെ ബന്ധുക്കളെ രക്ഷപ്പെടുത്താൻ കഴിയും. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിയ നിമിഷമായിരുന്നു. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്. രാത്രി എനിക്ക് തോന്നുന്നു 1 മണി 2 മണിയൊക്കെ ആയപ്പോഴായിരിക്കും ഞാൻ പോയി കിടന്നു. പക്ഷെ നമ്മുടെ മനസ്സ് സങ്കടം കൊണ്ട് നിറയുകയാണ്. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളായിരുന്നു മനസ്സിൽ, ദൈവമേ, ഒരാളും ഈ ദുരന്തത്തിൽ ജീവിതത്തിൽ ഇല്ലാതായി പോകരുത് എന്ന ഒരൊറ്റ പ്രാർത്ഥനയായിരുന്നു മനസ്സിലുള്ളത്. നമ്മൾ എന്തിലാണ് നമ്മൾ പുകഴുന്നത്? ആരും വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ വേണ്ട, സമൂഹം വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് വലിയ പാഠമായി മാറുകയായിരുന്നു 2018 പ്രളയകാലം. പിറ്റേ ദിവസം 10 മണി 11 മണിയായപ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ 100 കണക്കിന് ആളുകൾ വെള്ളത്തിൽ നിന്ന് കയറി പല ഭാഗത്തേക്ക് ഓടുകയാണ്. ഒന്നുമില്ലാതെ പോകുന്ന ഒരു ജനക്കൂട്ടത്തെ അന്ന് കാണുവാനിടയായി. നമ്മൾ അഹങ്കരിക്കുന്നത് എന്തിലാണ്? ദൈവത്തിൽ വിധേയപ്പെടുക. ശുഭയാത്രയ്ക്ക് ദൈവത്തിൽ വിധേയപ്പെടുക. നമ്മൾ യേശു കർത്താവിൻ്റെ 2 ശിഷ്യന്മാരെ പറ്റി നമുക്കറിയാം, പത്രോസിനെയും തോമസ് അപ്പോസ്തലനെയും. പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും നിന്നെ തള്ളി പറയുകയില്ല. പക്ഷേ പിറ്റേ ദിവസം പത്രോസ് 3 തവണ തള്ളിപ്പറഞ്ഞു. യേശുവിൻ്റെ മരണശേഷം പത്രോസ് പഴയ ജോലിയിലേക്ക് പോവുകയാണ്. തിബരിയാസ് കടൽപ്പുറത്ത് നിൽക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. രാവിലെ പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. നിങ്ങൾ പടകിൻ്റെ വലതുഭാഗത്തേക്ക് നീക്കി വലയിറക്കുക, പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിക്കുന്നു.
ദൈവമില്ലാതെ അധ്വാനിച്ചു, ബലം നിഷ്ഫലമായിപ്പോയി. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വലയിറക്കി അവരുടെ ജീവിതം അനുഗ്രഹീതമായി തീർന്നു. അതിനുശേഷം യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നു, യോഹന്നാൻ്റെ മകനായ ശിമിയോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു? മൂന്നാമത്തെ ചോദ്യം കേട്ടപ്പോൾ പത്രോസ് പറയുന്നു, ദൈവമേ, ഞാൻ എല്ലാം നീ അറിയുന്നുണ്ട്, ഞാൻ നിന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നു എന്ന് വിധേയപ്പെടുത്തലാണ് പത്രോസ് അവിടെ നടത്തുന്നത്. തോമസ് അപ്പോസ്തലനോട് ശിഷ്യന്മാർ പറഞ്ഞു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പക്ഷേ തോമസിന് വിശ്വാസം വന്നില്ല. ഞാൻ അവൻ്റെ വിലാപ്പുറത്ത് കൈയിടാതെ, അവൻ്റെ ആണിപ്പഴുതുകളിൽ വിരലിടാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് തോമസ് അപ്പോസ്തലന് പറയുന്നു. പക്ഷേ ദൈവം, യേശു കർത്താവ് തോമസ് അപ്പോസ്തലനെ തേടി വരികയാണ്. അവിടെ വെച്ചൊരു ആത്മസമർപ്പണം നടത്തുകയാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ, പൂർണ്ണമായ വിധേയപ്പെടൽ അവിടെ നടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, ശുഭയാത്രയ്ക്ക് വേണ്ടത്, അനുഗ്രഹീത ജീവിതത്തിന് വേണ്ടത് വിധേയപ്പെടലാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ് എന്ന് നമ്മൾ ഓർക്കണം. പ്രസിദ്ധ സാഹിത്യകാരൻ പൗലോ കൊയ്ലോയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ, ഒറ്റ കൽക്കരി കഷ്ണം എന്നൊരു കഥയാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതാവാം. ഒരു പട്ടക്കാരൻ പതിവായി ദേവാലയത്തിൽ ചെല്ലാതിരുന്ന ഒരു കുടുംബത്തെ അന്വേഷിച്ച് ഒരു വീട്ടിലെത്തി. ശൈത്യകാലമാണ്, അവർ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പട്ടക്കാരൻ വന്ന് ആ ആളുകളുടെ ഇടയിൽ ഇരുന്നു, ഒന്നും സംസാരിച്ചില്ല. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ തീ കാഞ്ഞുകൊണ്ടിരുന്നതായ ആ നെരിപ്പോടി നിന്ന് ഒരു കനലെടുത്ത് പുറത്തിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കനൽ കരിക്കട്ടയായിട്ട് മാറി. അല്പം കൂടി കഴിഞ്ഞപ്പോൾ ആ കരിക്കട്ടയെടുത്ത് വീണ്ടും ആ കനലുകൾക്കിടയിലേക്ക് വെക്കുന്നു. വീണ്ടും അത് ജ്വലിക്കുവാൻ തുടങ്ങി. അതിൻ്റെ പ്രഭ കൂടുതൽ ശക്തമാകുന്നതായിട്ട് കാണും. പിറ്റേ ആഴ്ച കൃത്യമായി ഈ വീട്ടുകാർ ദേവാലയത്തിലേക്ക് ചെന്നു. ആരാധന പട്ടക്കാരനൊന്നും പറഞ്ഞില്ല. പക്ഷെ പട്ടക്കാരൻ പറയുവാൻ ശ്രമിച്ചത്, നീ ദൈവത്തോടു കൂടെയാണെങ്കിൽ നീ കനലായി മാറും, ഇല്ലെങ്കിൽ നിൻ്റെ ജീവിതം കരിക്കട്ടയാവും എന്ന ഒരു ഉദ്ബോധനമാണ് പട്ടക്കാരൻ അവിടെ നൽകുവാൻ ശ്രമിച്ചത്. ഇത്തരത്തിൽ ദൈവത്തോട് ചേർന്ന് കനലായി മാറിയവരാണ് ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തിയത് എന്ന് നമ്മൾ ഓർക്കണം. യേശു കർത്താവിന്റെ ശിഷ്യന്മാരായി, മിഷണറിമാരായി നാടെങ്ങും പോയി സുവിശേഷം അറിയിച്ചതിലൂടെ ആണ് ഈ ലോകം മാറിമറിഞ്ഞത്, ഇന്ത്യ മാറിയത്, കേരളം മാറിയത് എന്ന് നമ്മൾ ഓർക്കേണ്ടത്. കനലുകളായി മാറിയ ആളുകളാണ് ഈ ലോകത്തെ മാറ്റിമറിച്ചത് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒന്നാമത് പറഞ്ഞത് ദൈവത്തിലുള്ള വിധേയപ്പെടൽ. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ദൈവത്തിലുള്ള വിനയപ്പെടൽ. ശുഭയാത്രയ്ക്ക് ആവശ്യം വിനയപ്പെടലാണ്. ഇന്ന് അഹന്ത നിറഞ്ഞ, അഹങ്കാരം നിറഞ്ഞ, സ്വാർത്ഥത നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിക്കുകയാണ്. ഉപവാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നേടേണ്ടത് വിനയപ്പെടലാണ്. എം.വി. കൃഷ്ണവാര്യരുടെ ഒരു കവിതയുണ്ട്. അതിപ്രകാരമാണ്, അതിൻ്റെ തലക്കെട്ട് പ്രകാരമാണ്, ബാക്കി വല്ലതുമുണ്ടോ? ദയ പോയി, ദാക്ഷിണ്യം പോയി, ലോഹ്യം പോയി, മര്യാദ പോയി, ബാക്കി വല്ലതുമുണ്ടോ? നീതി പോയി, നിയമം പോയി, ചിട്ട പോയി, വഴക്കം പോയി, ബാക്കി വല്ലതുമുണ്ടോ? യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ബാക്കി ഒന്നുമില്ല. കവി വളരെ വേദനയോടുകൂടി ചോദിക്കുകയാണ്, ഇനിയും ബാക്കി വല്ലതുമുണ്ടോ? നിൻ്റെ അനുജൻ ഹാബേൽ എവിടെ എന്ന ദൈവത്തിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ മുഷ്ടി ചുരുട്ടി നിൽക്കുകയാണ് കയ്യൻ. ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ നിൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന മറുചോദ്യം ഇവിടെ ഉയർത്തുകയാണ്. അഹന്ത ബാധിച്ച ഒട്ടേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ലോകത്ത് ജനിച്ചിട്ടുണ്ട്, ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ജീവിതാന്ത്യം എന്തായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിച്ചവർക്ക് അറിയാവുന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒട്ടേറെ ആളുകളെ, അഹന്ത ബാധിച്ച ഒട്ടേറെ ആളുകളെ വിശുദ്ധ വേദപുസ്തകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശൗലിൻ്റെ ജീവിതം ഒരു ഉദാഹരണം മാത്രം. യൂദാ യേശുവിനോടൊപ്പം സഞ്ചരിച്ചതാണ്, പണസൂക്ഷിപ്പുകാരനായിരുന്നു. പക്ഷേ യൂദായെ സ്വാർത്ഥത ബാധിച്ചു, അന്ത്യം ദയനീയമായിട്ട് മാറുന്നത് നാം കണ്ടു. അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനി അടുത്ത ദിവസങ്ങളിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഉപയോഗിച്ചതായ ചില വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അഹന്ത ബാധിച്ച സമൂഹത്തെ, ആളുകളെ അടയാളപ്പെടുത്തുവാൻ ചില വാക്കുകൾ അഭിമന്യ തിരുമേനി ഉപയോഗിക്കുകയുണ്ടായി. ലോസ് ഏഞ്ചൽസിൽ ജീവിച്ചിരുന്നതായ ഒരു ജോർജ് ഫ്ലോയിഡ്, അദ്ദേഹം കറുത്ത വർഗക്കാരനാണ്.
ഇന്നും പലരുടെയും മനസ്സിലൊരു നൊമ്പരമായി നിൽക്കുകയാണ് അദ്ദേഹം. ഒരു വെള്ളക്കാരനായ പോലീസുകാരൻ്റെ കൈക്കൊരുത്തിൽ ഞെരിഞ്ഞമർന്ന രക്തം ഒഴുകി മരിച്ചു വീണതായ ജോർജ് ഫ്ലോയ്ഡ് എന്ന ഒരു കറുത്തവർഗ്ഗക്കാരനെ പറ്റി നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇത് ജോർജ് ഫ്ലോയ്ഡിൻ്റെ കഥയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്രയോ ജോർജ് ഫ്ലോയ്ഡുമാരുണ്ടായിട്ടുണ്ട്. നമ്മൾ അടുത്ത ദിവസത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പറ്റി കേട്ടു. ഒരു സ്ത്രീ നടത്തിയതായ ചില വാക്കുകളുടെ പേര് ജീവിതം തന്നെ ഇല്ലാതായി പോയ ഒരു അനുഭവം. അടുത്ത ദിവസം ഒരു മാതൻ എന്ന് പറയുന്ന ഒരു ആദിവാസിയെ നിങ്ങൾ പത്രങ്ങളിൽ കണ്ടു. മാതൻ എന്ന് പറയുന്ന ഈ ആദിവാസിയെ 2-3 ചെറുപ്പക്കാർ ചേർന്ന് കാറിൽ വലിച്ചിഴച്ചു കൊണ്ടുപോയത് 1/2 കിലോമീറ്റർ ദൂരമാണ്. 2 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ, അച്ഛനും അമ്മയും മരിച്ചുപോയി, സഹോദരിയോടൊപ്പം ഈ പെൺകുട്ടിയെ തിരുവനന്തപുരത്തുള്ള ഒരു കേന്ദ്രത്തിൽ, ശിശുക്ഷേമ സമിതിയുടെ കേന്ദ്രത്തിൽ എത്തിച്ചു. ഈ പെൺകുഞ്ഞ് രാത്രി കിടന്ന് പെടുത്തുപോയി. സാധാരണ സംഭവിക്കുന്നതാണ്. കിടന്നുപെടുത്തതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച കഥ നാം പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. ശുഭയാത്രയ്ക്ക് വിനയമാണ്. നമ്മുടെ സമൂഹം ഇന്ന് വിനയത്തിന് പകരം സ്വാർത്ഥതയുടെ പിന്നാലെ നമ്മൾ പോവുകയാണ്. അഹന്ത ബാധിച്ച ഒരു സമൂഹമായി നമ്മൾ തീരുകയാണ്. ഇവിടെ വേണ്ടത് വിനയമാണ് എന്ന് ഈ വേദഭാഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ പ്രകാരം പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയേയിരിക്കും, ചത്തുവെങ്കിലും ബലം കായ്ക്കുമെന്ന് പറയുന്നു. ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനുള്ള, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ ബലി കൊടുക്കുവാനും വന്നു എന്ന് യേശു കർത്താവ് പറയുന്നു. ഒരുവൻ തൻ്റെ പിന്നാലെ വരുവാഞ്ചിച്ചാൽ തന്നെ താൻ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം എന്ന് യേശു കർത്താവ് പറയും. ശുശ്രൂഷ മനോഭാവം, സ്വാർത്ഥത വെടിഞ്ഞ് വിനയത്തിൻ്റെ ഭാവം സ്വീകരിക്കുവാനും ശുശ്രൂഷയുടെ ഭാവം സ്വീകരിക്കുവാനും നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ശുഭയാത്ര ഉണ്ടാകുന്നത്. ഞാൻ 2 കാര്യങ്ങളാണ് പറയുവാൻ ശ്രമിച്ചത്. ഒന്ന്, വിധേയപ്പെടൽ, ദൈവത്തിലുള്ള ആശ്രയം. രണ്ടാമതായിട്ട് പറയുവാൻ ശ്രമിച്ചത് വിനയപ്പെടലാണ് നമുക്കിന്ന് ആവശ്യമുള്ളത്. മൂന്നാമതായിട്ട് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് ശുഭയാത്രയ്ക്ക് വേണ്ടത് വീണ്ടെടുക്കലാണ്. പ്രവാസത്തിൽ നിന്ന് ഉള്ള മടക്കയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് 3 പേരാണ്. ആദ്യ യാത്ര BC 606 സംഭവിക്കുന്നു. സെരുബാബേലിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യ സംഘം പുറപ്പെടുന്നത്. അവരെ ഏൽപ്പിച്ച ദൗത്യം യെരുശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണമായിരുന്നു. 2ാം സംഘം പുറപ്പെടുന്നത് BC 597 അതിന് നേതൃത്വം നൽകുന്ന യസ്ര. ആത്മീയ നവീകരണമായിരുന്നു യസ്രായുടെ ദൗത്യം. 3ാം സംഘം പുറപ്പെടുന്നത് BC 586 നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ സംഘം പുറപ്പെടുന്നു. നെഹമ്യാവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മതിലുകളുടെ നിർമ്മാണമായിരുന്നു. 3 ഘട്ടങ്ങളായി പുറപ്പെടുന്ന ഇസ്രായേൽ ജനത. യസ്ര 10-ാം അധ്യായം 1-ാമത്തെ വാക്യം, യസ്ര 10-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നത് നന്നായിരുന്നു. ജനത്തെ അനുതാപത്തിലേക്ക് നയിക്കുന്നതായ യസ്രായെ നാം അവിടെ കാണുന്നു. തെറ്റു ചെയ്ത ജനത്തിനു വേണ്ടി ദേവാലയത്തിന് മുൻപിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു യസ്ര. വന്നുകൂടിയ ജനങ്ങളും അനുതാപത്തോടുകൂടി കരയുകയാണ്. ആത്മീയ വീണ്ടെടുപ്പിൻ്റെ അനുഭവമായി ഈ സംഭവം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. എവിടെയാണ് വീണ്ടെടുപ്പ് സാധ്യമാകേണ്ടത്? 1, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വീണ്ടെടുപ്പുണ്ടാവണം. 2, നമ്മുടെ ബന്ധങ്ങളിൽ വീണ്ടെടുപ്പുണ്ടാവണം. 3, നമ്മുടെ ധാർമ്മികതയിൽ, ജീവിതവിശുദ്ധിയിൽ വീണ്ടെടുപ്പുണ്ടാവണം. ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പുള്ള തിരിച്ചുപിടിക്കലാണ് വീണ്ടെടുപ്പ്. ജീവൻ നഷ്ടപ്പെടുന്ന ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഈ നഷ്ടപ്പെടുന്ന അനുഭവത്തിലാണ് വീണ്ടെടുക്കൽ ആവശ്യമായി വരുന്നത്. റഷ്യൻ ആത്മായ വേദപണ്ഡിതൻ പോൾ എവിരിക്കിമോവിൻ്റെ ഏജ് ഓഫ് സ്പിരിച്വൽ ലൈഫ് എന്ന പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. ഇന്ന് മതവിശ്വാസം നേരിടുന്ന പ്രതിസന്ധി മറ്റൊരു ഇസമല്ല, കമ്മ്യൂണിസമോ നിരീശ്വരവാദമോ അല്ല.
ദൈവമുണ്ടെന്ന് പറയുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ കാപട്യമാണ് ഇന്ന് സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന് അദ്ദേഹം പറയുന്നു. ആത്മബലവും ആന്തരിക ശുദ്ധിയുമുള്ള ആളുകൾ കുറഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഇവിടെ വീണ്ടെടുപ്പ് സാധ്യമോ എന്ന ചോദ്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. നമ്മുടെ ആത്മീയ ജീവിതം ഒരു വീണ്ടെടുപ്പിന് സമയമായി നിൽക്കുകയാണ്. ഇവിടെ ഒരു വീണ്ടെടുപ്പ് സാധ്യമാകുമോ എന്ന ചോദ്യം നമ്മുടെ മുൻപിലേക്ക് നിൽക്കുകയാണ്. രണ്ടാമതായിട്ട് ബന്ധങ്ങളുടെ വീണ്ടെടുപ്പാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നത്. കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധം, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന ഒരു കാലമാണ്. സഹിഷ്ണുത നിറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ബന്ധങ്ങളുടെ ഒരു വീണ്ടെടുപ്പാണ് വേണ്ടി വരുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ധാർമ്മികതയുടെ വീണ്ടെടുപ്പ് ഈ കാലഘട്ടത്തിൽ ആവശ്യമായി വരുന്നു. ധാർമ്മികത നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. സ്നേഹവും കാരുണ്യവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. ഒരു കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ഒരു നാടക പ്രസ്ഥാനമാണ് അസംബന്ധ നാടകം. ഐനെസ്കോ എന്ന് പറയുന്ന ആളാണ് അതിന് നേതൃത്വം നൽകിയത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഐനെസ്കോ മുഖ്യധാര നാടകത്തിൽ നിന്ന് ഭിന്നമായി അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നതായ നാടക പ്രസ്ഥാനമാണ് ഈ അസംബന്ധ നാടകം. ഒരു വേദിയിൽ ഈ നാടകം അവതരിപ്പിക്കാൻ ആരംഭിക്കുകയാണ്. സ്റ്റേജിന് പിന്നിൽ നിന്നുകൊണ്ട് രണ്ടുപേർ വരാനിരിക്കുന്ന നേതാവിനെ പറ്റി, എന്ന നാടകത്തിൻ്റെ പേര് ലീഡർ അല്ലെങ്കിൽ നേതാവ് എന്നാണ്. വരാനിരിക്കുന്ന നേതാവിനെ പറ്റി വാചാലമായിട്ട് സംസാരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ പറയുന്നുണ്ട്. കർട്ടൻ ഉയരുന്നു, കർട്ടന് പിന്നിൽ പൊയ്ക്കാലിൽ നേതാവ് നിൽക്കുന്നു, തലയില്ലാത്ത നേതാവ്. തലയില്ലാത്ത നേതാക്കൾ വാഴുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കും. തലയെന്ന് പറയുന്നത് ജീവൻ്റെ മാത്രം പ്രതീകമല്ല, അത് സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ, കാരുണ്യത്തിൻ്റെ ഒക്കെ പ്രതീകം. കാരുണ്യം നഷ്ടപ്പെട്ട, ആർദ്രത നഷ്ടപ്പെട്ട, സ്നേഹം നഷ്ടപ്പെട്ട, ധാർമ്മികത നഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഈ ലോകത്തിൽ നമുക്ക് വേണ്ടത് ധാർമ്മികതയുടെ വീണ്ടെടുപ്പാണ്. ഈ കഴിഞ്ഞ 2025 പുതുവർഷ പുലരിയിൽ നമ്മളൊരു കാഴ്ച കണ്ടു. നമ്മുടെയൊക്കെ ചങ്കുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു. 14 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി 9ൽ പഠിക്കുകയായിരുന്നു. 32 വയസ്സുള്ള ഒരാളെ കുത്തിക്കൊന്ന് അറസ്റ്റിലായി നിൽക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. 9ൽ പഠിക്കുമ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു, കൂടെ പഠിച്ചിരുന്ന ആളിനെ കത്തികൊണ്ട് ഭീഷണിപ്പെടുത്തി സ്കൂളിൽ നിന്ന് പുറത്തായി. ഇപ്പോൾ ഒരു കൊലപാതക കേസിലും നിൽക്കുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക്, സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മൂല്യബോധം നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ മുൻപിൽ വളരുകയാണ്. അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനി ഉദ്ഘാടന പ്രസംഗത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, നമ്മുടെ യുവാക്കൾ, കുഞ്ഞുങ്ങൾ എവിടെയാണ്? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ നിൽക്കുന്നു? നമ്മൾ കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിക്കേണ്ട ഒരു കാലത്ത് നമ്മൾ നിൽക്കുകയാണ്. ക്രൂശുമായി കാൽവരി ക്രൂശിലേക്ക് പോകുന്ന യേശു തിരിഞ്ഞു നിന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, സിയോൻ പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക എന്ന് പറയുന്നു. മക്കളെ ചൊല്ലി കരയേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. മക്കളെ നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത് 17 വയസ്സ് അല്ലെങ്കിൽ +2 കാലഘട്ടം. 17 വയസ്സ് കഴിഞ്ഞാൽ അവർ പഠനത്തിനും ജോലിക്കുമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഈ 17 വയസ്സിനിടയിൽ അവർക്ക് കൊടുക്കേണ്ടത് മൂല്യബോധമാണ്. ആ മൂല്യബോധം എവിടെ നിന്ന് കിട്ടും എന്നാണ് ചോദിക്കേണ്ടത്. സൺഡേ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ടോ? കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടോ? നമ്മുടെ ഇടവകളിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അടുത്തിടെ ഒരു രക്ഷിതാവിനോട് ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ചോദിച്ചു, മകനെ ഇപ്പോൾ സൺഡേ സ്കൂളിൽ കാണുന്നില്ലല്ലോ. രക്ഷിതാവ് പറഞ്ഞ മറുപടി ശ്രദ്ധേയമായിരുന്നു, അല്ലെങ്കിൽ വിചിത്രമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞായറാഴ്ച മാത്രമേ കുഞ്ഞിനൊന്ന് ഉറങ്ങാൻ സമയം കിട്ടുന്നുള്ളൂ, അവൻ ഉറങ്ങട്ടെ എന്ന് പറയും. ഈ കുഞ്ഞിന് എവിടെ നിന്ന് മൂല്യബോധം കിട്ടും എന്ന് നമ്മൾ അന്വേഷിക്കായിട്ടുണ്ട്. ഒരു രക്ഷിതാവ് നിന്നുകൊണ്ട് എൻ്റെ മകനെ എന്നെ കണ്ടുപഠിക്കാൻ ധൈര്യമുള്ള എത്ര രക്ഷിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, കുടുംബങ്ങളിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ കുടുംബത്തെ കണ്ട് പഠിക്കുക എന്ന് പറയുന്ന എത്ര കുടുംബങ്ങളെ അടയാളപ്പെടുത്തുവാൻ നമുക്ക് കഴിയും എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും.
ഒരു പൈലറ്റിനെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. പ്രഗത്ഭനായ വിദഗ്ധനായ ഒരു വൈമാനികൻ, അദ്ദേഹം ഓടിച്ചു പോയതായ ഒരു ഫ്ലൈറ്റ് പെട്ടെന്ന് അപകടത്തിൽപ്പെടുന്നു. പക്ഷേ ആ വൈമാനികൻ്റെ മനസാന്നിധ്യം കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ വൈദഗ്ധ്യം കൊണ്ട് ആ വലിയ അപകടത്തിൽ നിന്നും ആ വിമാനം അല്ലെങ്കിൽ ഫ്ലൈറ്റ് രക്ഷിച്ചെടുക്കുന്നു. ആ അപകടത്തിൽ ഒരു എയർ ഹോസ്റ്റസ് മരണമടയും. അയാൾക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത്, വലിയ അഭിനന്ദനങ്ങൾ. രാഷ്ട്രത്തലവന്മാരും ഒക്കെ ഓടിയെത്തി അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുന്നു. ഈ അപകടം എന്തുകൊണ്ട് സംഭവിച്ചു? വിദഗ്ധനായ ഒരു പൈലറ്റാണ് ഫ്ലൈറ്റ് ഓടിച്ചത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അന്വേഷണം ആരംഭിച്ചപ്പോൾ ചെന്ന് എത്തി നിന്നത് ആ വിമാനത്തിന് ലഭിച്ചതായ ഒരു ബിയർ കുപ്പിയാണ്. ചെന്ന് എത്തിയത് ഈ എയർ ഹോസ്റ്റസ് ഉപയോഗിച്ചതാവാം എന്നൊരു നിഗമനത്തിൽ ചെന്നെത്തി നിൽക്കുകയാണ്. പൈലറ്റിനെ വിചാരണ ചെയ്യുവാൻ വേണ്ടി കോടതിയിലേക്ക് ക്ഷണിച്ചു. വിചാരണയ്ക്ക് വേണ്ടി പൈലറ്റ് കോടതിയിലെത്തി. വേണമെങ്കിൽ അയാൾക്ക് പറയുമായിരുന്നു എയർ ഹോസ്റ്റസാണ് ഇത് ഉപയോഗിച്ചത്, ആ എയർ ഹോസ്റ്റസ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ അയാൾ പറയുന്നു, ഞാനാണ് അത് ഉപയോഗിച്ചത്. ഏതാണ്ട് 6-7 വർഷം ജയിൽവാസം അനുഭവിച്ച ശേഷം അയാൾ പുറത്തിറങ്ങി വരുമ്പോൾ ഈ പൈലറ്റിനെ സ്വീകരിക്കാൻ എത്തിയത് സ്വന്തം മകനാണ്. ആ മകൻ അപ്പനോട് ചോദിച്ചു, അപ്പാ, ഒരു ചെറിയ കള്ളം പറഞ്ഞിരുന്നെങ്കിൽ ഈ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന്. ആ അപ്പൻ പറയുന്നു, ഞാനൊരു കള്ളം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സംഭവം, ആ കള്ളം കൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ഞാൻ ആ സത്യം ഏറ്റുപറഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആ ജയിൽവാസം അനുഭവിച്ച കാലം കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ദുരിതകാലം അവസാനിപ്പിച്ച് എൻ്റെ മനസ്സിൻ്റെ പ്രയാസം അവിടെ അവസാനിച്ചു. ഇന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? എത്ര കുടുംബങ്ങൾക്ക് ഇത്തരം അടയാളപ്പെടുത്തലുകൾ നടത്താൻ കഴിയും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എത്ര കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്? നമ്മൾ ആലോചിക്കുക, നമ്മൾ ആത്മപരിശോധന നടത്തുക. കുഞ്ഞുങ്ങളിൽ മൂല്യബോധം നിറയ്ക്കുവാൻ നമുക്ക് കഴിയണം. ധാർമ്മികത ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയണം. പ്രണയത്തെപ്പറ്റി നമ്മുടെ കവികളൊക്കെ, ഉദാത്ത പ്രണയത്തെപ്പറ്റി നമ്മുടെ കവികളൊക്കെ വാദവരാതെ സംസാരിച്ചിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. പാടിപ്പതിഞ്ഞ ഒട്ടേറെ കവിതകളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ജ്യൂസുമായിട്ട് നിൽക്കുന്ന കാമുകി, പെട്രോളുമായിട്ട് നിൽക്കുന്നതായ കാമുകൻ, പാമ്പിനെ കൊണ്ട് ഭാര്യയെ കൊല്ലിക്കുന്നതായ ഭർത്താവിൻ്റെ വെട്ടിമുറിച്ച ശരീരവുമായി ഷൂട്ട് കേസിലാക്കി കൊണ്ടുപോകുന്ന ഭാര്യ, പോക്സോ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതായ സ്വന്തം അച്ഛനും കൊച്ചച്ഛനും, ഇങ്ങനെ നീളുകയാണ് നമ്മുടെ ധാർമ്മിക നിലവാരം. എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ധാർമ്മികർ? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അപകടം പെട്ട് നിൽക്കുന്നത് നമ്മുടെ ധാർമ്മികതയാണ്, നമ്മുടെ ബന്ധങ്ങളാണ്, നമ്മുടെ ആത്മീയ ജീവിതമാണ്. ഇവിടെയാണ് നമുക്ക് ആ വീണ്ടെടുപ്പ് വേണ്ടി വരുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എസ്രാ അഹവ 6 തീരത്ത് നിന്ന് ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. ഉപവാസത്തിലൂടെ നേടേണ്ടത് ശുഭയാത്രയാണ്. ഈ ശുഭയാത്രയ്ക്ക് വേണ്ടത് 3 കാര്യങ്ങൾ അടയാളപ്പെടുത്തുവാനാണ് ഞാൻ ശ്രമിച്ചത്. ഒന്ന്, ദൈവസന്നിധിയിലുള്ള വിധേയപ്പെടൽ, ദൈവസന്നിധിയിലുള്ള വിനയപ്പെടൽ, മൂന്നാമതായിട്ട് ദൈവസന്നിധിയിലുള്ള വീണ്ടെടുപ്പ്. ഇതിലൂടെ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരുന്നത്. ഈ കഴിഞ്ഞ ക്രിസ്മസ് നാളുകളിൽ പെരുമ്പടവം ശ്രീധരനെക്കുറിച്ച ഒരു ചെറിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു: ഞാൻ കണ്ട ഒരു സ്വപ്നമുണ്ട്. അനാഥനും ഏകാഗിയുമായ ഞാൻ നടന്ന് തളർന്ന വഴിവക്കിലെ ഒരു ഒറ്റക്കല്ലിൽ ചാരിയിരിക്കുന്നു. അതുവഴി വന്നയാൾ എന്നെ തൊട്ടു. സൂക്ഷിച്ചു നോക്കുമ്പോൾ കയ്യിലെ ആണിപ്പാടുകളിൽ നിന്ന് രക്തം ഒഴുകുന്നു. ക്രിസ്തു എന്നെ ചേർത്ത് പിടിച്ചു. അതൊരു സ്വപ്നമാണെന്ന് വിചാരിക്കുവാൻ എനിക്കാവുന്നില്ല. ക്രിസ്തുവിനോടൊപ്പം ഞാൻ സഞ്ചരിക്കുന്നു. ക്രിസ്തുവില്ലാതെ എനിക്കൊരു ജീവിതമില്ല.
ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുവാൻ, ക്രിസ്തുവിന് വിധേയപ്പെടുവാൻ, ക്രിസ്തുവിൻ്റെ മുൻപിൽ വിനയപ്പെടുവാൻ, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ വീണ്ടെടുപ്പോടുകൂടി യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയണം. 2025 നമ്മുടെ ജീവിതം പൂർണ്ണമായി തീരുവാൻ, ദൈവത്തോട് ചേർന്ന് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരും. നമ്മുടെ ജീവിതം സമൂഹത്തിന് നന്മയ്ക്ക് ഉപകാരപ്പെടും. അത്തരം ചിന്തകളാൽ നമുക്ക് ഈ വചനധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു.